ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ബനാന സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുത്തത് ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഈന്തപ്പഴം കുരു കളഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. 6 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 6 തൊലി കളഞ്ഞ ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാലാണെങ്കിൽ സ്മൂത്തിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് സിനമൺ പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി സ്മൂത്തിയുടെ മേളിലേക്ക് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ടുള്ള ചിയ സീഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം കൂടെ നമുക്ക് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഓട്സ് ബനാന സ്മൂത്തി കുടിക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടും നമുക്കിത് പ്രിഫർ ചെയ്യാവുന്ന നല്ലൊരു സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി പുതിയ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.